എത്രയും പെട്ടെന്ന് ബെയിലി പാലം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സൈന്യത്തിന്റെ ജോലി. ഒരു ഷോർട്ട് ബ്രേക്ക് അവര് ലഘുഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തതൊഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും രാവിലെ മുതലേ ഈ പാലം നിർമ്മാണത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കണ്ണാടി പുഴയുടെ തീരത്താണ്. ഈ പുഴ ഇപ്പോഴും കലങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബെയിലി പാലം ഇവിടെ പൂർത്തിയാകാൻ അതിന്റെ അങ്ങേയറ്റത്ത് ഈ റെയിലുകൾ പൂർണ്ണമായും എത്തണം എന്നുള്ളതാണ് ബെയിലി പാലം പൂർത്തിയാകാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അതിനുള്ള പരിശ്രമത്തിലാണ് സൈനികർ. തൊട്ടപ്പുറത്ത്, അതായത് ഈ ബെയിലി പാലത്തിന് തൊട്ടപ്പുറത്താണ് താൽക്കാലിക നടപ്പാലമുള്ളത്. അത് നടപ്പാത മാത്രമാണ്. ആ നടപ്പാത വഴിയാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് മാധ്യമപ്രവർത്തകരും സൈനികരും ഒക്കെ പോകുന്നത്. ഈ താൽക്കാലിക നടപ്പാത ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതിനപ്പുറത്ത് കുറെ കൂടി താഴെയായിട്ടായിരുന്നു ആദ്യത്തെ നടപ്പാത. അത് കനത്ത കുത്തൊഴുക്കിൽ ഇന്നലെ ഒഴുകിപ്പോയ സാഹചര്യത്തിലാണ് പുതിയ ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നടപ്പാത വഴി സുഗമമായി ഇപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതായത് മുണ്ടക്കൈയിലേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായി പോകുന്നുണ്ട്. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ഇംപ്രൂവ്ഡ് ആണ്, അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ടതാണ് സാഹചര്യം എന്ന് നമുക്ക് അതിൽ നിന്നും തന്നെ പറയാം. അവിടേക്കുള്ള കണക്ടിവിറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും വലിയ ദൌത്യം എന്ന് പറയുന്നത് ഹിറ്റാച്ചുകൾ പൂർണ്ണമായും അപ്പുറത്തെത്തിക്കുക, അത്യന്താധുനിക വാഹനങ്ങൾ, അതുപോലെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അപ്പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. ആ ദൌത്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ഇപ്പോ ഇത് കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴ കലങ്ങി ഒഴുകുന്നു. അപ്പുറത്ത് നമുക്ക് കാണുന്നത് അപ്പുറത്ത് കാണുന്ന ആ റോഡുണ്ടല്ലോ, ആ റോഡാണ് മുകളിലേക്കുള്ള റോഡ്. ആ റോഡ് കടന്നു വേണം, ആ റോഡ് കയറിയാണ് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ, അക്കരെ കടന്നാൽ ഒരു 3 കിലോമീറ്റർ യാത്രയാണ് മുണ്ടക്കൈക്കുള്ളത്. ഈ റോഡ് പൂർണ്ണമായും, അതായത് ഒരു 2 കിലോമീറ്റർ അപ്പുറം വരെ ഈ റോഡുണ്ട്. അതിനുശേഷം റോഡും തകർന്ന നിലയിലാണ്. നമുക്കിപ്പോ ഈ തകർന്നു കിടക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതൊരു ജനപദമായിരുന്നു, ഇതൊരു ഗ്രാമമായിരുന്നു. ഈ ഗ്രാമത്തിൽ നോക്കൂ, ഇവിടെ ഒരു തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ഇവിടങ്ങളിലൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തകർന്ന് വലിയ കല്ലുകൾ കാണാം. ഇതാ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന കല്ലുകളാണ്. ഇത്രയും ഭീകരമാണ്. യഥാർത്ഥത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് ഈ ഉരുൾപൊട്ടലിന്റെ ഭീകരത എത്ര എന്ന് വ്യക്തമാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്തു വലിയ ദുരന്തമാണ് നടന്നത് എന്നതിന്റെ വ്യാപ്തി, ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ജനപദം പൂർണ്ണമായും വാഷ്ഡ് ഔട്ടായ, ഇല്ലാതായ ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെപ്പോലെ സാധാരണ നിലയിൽ ജീവിച്ചിരുന്ന, സുഖദുഃഖങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും കൂടിയാണ് ഒഴുകിപ്പോയത്, അല്ലെങ്കിൽ മണ്ണിനടിയിലായത്, ഭൂസമാധിയിലായത് എന്നുള്ളത് നമ്മൾ കാണണം. ആ ഉരുൾപൊട്ടലിന്റെ അങ്ങേയറ്റത്തെ നടുക്കത്തിന്റെ എല്ലാ അംശങ്ങളും പേർന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുഴ, കണ്ണാടി പുഴ എന്നാണ് ഈ പുഴയുടെ പേര്. ആ പുഴയ്ക്കപ്പുറത്ത് കൂറ്റൻ കല്ലുകൾ, പാറക്കഷ്ണങ്ങൾ കാണാം. അത് മുകളിൽ നിന്ന്, മുണ്ടക്കൈയുടെയും മുകളിൽ നിന്ന് പുഞ്ചിരിമുട്ടം തുടങ്ങിയ ഭാഗത്തു നിന്ന് ഒഴുകി വന്നവയാണ്. പുഞ്ചിരിമുട്ടം എന്ന് പറയുന്നത് ഒരു കുറെ കൂടി, അതായത് മുണ്ടക്കൈക്കും അപ്പുറത്തുള്ള സ്ഥലമാണ്. അവിടെ 25 വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ആ 25 വീടുകളും ഇല്ലാതായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ അവിടെ നിന്ന് കുറെ ആളുകളെ ക്യാമ്പുകളിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു എന്നാണ് ഞാൻ അവിടെ ഇന്നലെ സംസാരിച്ച സന്നദ്ധ പ്രവർത്തകൻ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ആഘാതം എത്ര, പക്ഷേ എല്ലാവരും ക്യാമ്പിലേക്ക് പോയോ എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ വ്യാപ്തി എത്ര എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയുകയൊന്നും സാധ്യമല്ല. പുഞ്ചിരിമുട്ടം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർണ്ണമായും എല്ലാ വീടുകളിലേക്കും, അതായത് തകർന്നു പോയ വീടുകളുടെ അവശിഷ്ടങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ഇവിടെ താൽക്കാലിക നടപ്പാലം വഴി സൈനികർ കൂടുതൽ ഉപകരണങ്ങളും മറ്റുമൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇന്നലെ ചെറിയ പാരകൾ, ഗ്യാസ് കട്ടറുകൾ തുടങ്ങിയവ മാത്രമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കുറെ കൂടി ആയുധങ്ങൾ, ഉപകരണങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. ഒരു നാട് ഒന്നാകെ തന്നെ ഈ വലിയ ദൌത്യത്തിൽ കൈകോർക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. മൊത്തം ഇന്നലെ ഞങ്ങൾ മുണ്ടക്കൈയിൽ നിൽക്കുമ്പോൾ അവിടെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ വലിയ ദൗർലഭ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് 5 മണിക്ക് ശേഷമാണ് ഇന്നലെ. അവിടെ പക്ഷേ നമ്മൾ താഴെ ഇതാ ഇപ്പോ നിൽക്കുന്ന ചൂരൽമലയിൽ വന്നാൽ ഇവിടെ ആർക്കും ഇപ്പോ ഒന്നും പണം കൊടുത്തു വാങ്ങേണ്ടതില്ല. നാട്ടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഭക്ഷണ സാധനങ്ങളുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ ബെയിലി പാലം പണിതുകൊണ്ടിരിക്കുന്ന സൈനികർക്ക് അവരുടെ ജോലി സ്ഥലത്ത് എത്തിച്ച് ഏത്തപ്പഴം, ഉപ്പുമാവ്, ചായ, ഇങ്ങനെ ഒരാളും ഇവിടെ വിശന്ന് നിൽക്കരുത് എന്ന മട്ടിൽ കൈകോർക്കുന്ന സഹൃദയരായ അനേകം മനുഷ്യരുണ്ട്. മാധ്യമപ്രവർത്തകരോടും അവർ ആ നിലപാട് സ്വീകരിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ നാട് ഒഴുകിപ്പോവാതിരിക്കാൻ കൈകോർത്ത് നിൽക്കുന്ന മഹാമനുഷ്യ സ്നേഹം കൂടി ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഇന്നലെ സംസാരിച്ച ഒരാൾ പറഞ്ഞത് വയനാട്ടിൽ ഇനി ഈ ഘട്ടത്തിൽ ആരും ഒന്നും പണം കൊടുത്ത് വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മനുഷ്യസ്നേഹം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് പുഞ്ചിരിമുട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കൈയിലുമൊക്കെയുള്ള ജനപദങ്ങളിൽ ഇനി ജീവന്റെ തുടിപ്പുണ്ടോ എന്നുള്ളതാണ്. ഒപ്പം പൂണ്ടുപോയ ജീവിതങ്ങളെ കണ്ടെത്തുക എന്നുള്ളതും പ്രധാനമാണ്. ആ ടാസ്ക് ഇന്ന് ഉച്ചയോടുകൂടി, കാലാവസ്ഥ കൂടി അനുകൂലമാണെങ്കിൽ കുറെ കൂടി നല്ല നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം.
തീർച്ചയായിട്ടും അഭിലാഷ്, നമുക്കെല്ലാം അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എത്രയും കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എത്രയും പെട്ടെന്ന് ബെയിലി പാലം പൂർത്തിയായാൽ ഈ അത്യാധുനിക യന്ത്ര സാമഗ്രികൾ സൈന്യത്തിൻ്റെതടക്കമുള്ളവ അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോഴും റോഡ് സുഗമമല്ല. ആ റോഡ് ഒരുക്കാനുള്ള നടപടികൾക്കും ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും. അങ്ങനെ വഴിയൊരുക്കി മുന്നോട്ട് ഈ യന്ത്രങ്ങൾ കൊണ്ടുപോയി കാര്യക്ഷമമായി തന്നെ അവിടെ തെരച്ചിൽ ദൗത്യം പുരോഗമിക്കും എന്ന് ഈ നിമിഷത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ് പറഞ്ഞതുപോലെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി കേരളം എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. വയനാട് ജില്ലയിൽ ആർക്കും ഒന്നും പണം കൊടുത്ത് വാങ്ങേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് മനുഷ്യസ്നേഹം ഒഴുകുന്ന കാഴ്ച കൂടിയാണ് ഈ ദുരന്തത്തിന് ശേഷം നമ്മൾ കാണുന്നത്. മലയാളികൾ സ്നേഹപൂർവ്വം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കാഴ്ച. അവർക്ക് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളതിലും എത്രയോ ഏറെ പേർക്ക് ഉപയോഗിക്കേണ്ട സാധന സാമഗ്രികൾ ഇതിനോടകം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പുനരധിവാസ പാക്കേജാണ്, അതേക്കുറിച്ച് വേണം ചിന്തിക്കാൻ.